റിട്ടയർമെന്റ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റൂമിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ മെറീന ബീച്ചിലോട്ട് പോവാണ്. ട്രെയിനിലാണ് ഞങ്ങൾ മെറീന ബീച്ചിലോട്ട് പോകുന്നത്. ചെന്നൈ സെൻട്രലിന്റെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ റൂം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയിലെ തന്നെ ഒരു മേജർ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷനുകളിൽ ഒന്നും കൂടെയാണ്. 15 പ്ലാറ്റ്ഫോമുകളിലായി ഡെയിലി ഒരു 500 ട്രെയിനോളം ചെന്നൈ സെൻട്രലിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ചെന്നൈ സെൻട്രലിൽ വന്നവർക്ക് മനസ്സിലാവും, ഏകദേശം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബിൽഡിംഗ് ആണ് ഈ സ്റ്റേഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ ചെന്നൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കും ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. ഏകദേശം ഒരു 6:30 ആകുമ്പോഴേക്ക് ഞങ്ങൾ ബീച്ചിലെത്തി. ഇന്ത്യയിലെ തന്നെ ലോങ്ങസ്റ്റും വേൾഡിലെ സെക്കൻഡ് ലോങ്ങസ്റ്റും ആയിട്ടുള്ള ബീച്ചാണ് മെറീന ബീച്ച്. ഇന്ന് ഷിൻജുവേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ വെച്ച് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാനൊക്കെ പറ്റുന്ന ഒത്തിരി ആക്ടിവിറ്റീസ് ബീച്ചിലുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഗെയിംസും അതുപോലെ തന്നെ കുതിരസവാരി, അങ്ങനെ വരുന്ന ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. മെറീന ബീച്ചിന്റെ നോട്ടബിൾ ലാൻഡ്മാർക്സ് ആയിട്ട് അറിയപ്പെടുന്നത് അണ്ണ മെമ്മോറിയൽ ഉണ്ട്, അതുപോലെ തന്നെ ജയലളിതാമ്മ മെമ്മോറിയൽ, MGR മെമ്മോറിയൽ, നാപ്പിയോ ബ്രിഡ്ജ് ഉണ്ട്, ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഈ മെറീന ബീച്ചിൽ വന്നാൽ കാണാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നടക്കാനുണ്ടായിരിക്കും, നടന്ന് കാണണം. ഇവിടെയാണ് നമ്മുടെ ജയലളിതാമ്മയുടെയും അതുപോലെ തന്നെ MGRൻ്റെയും മെമ്മോറിയൽ വരുന്നത്. ഈ ഫസ്റ്റ് കാണുന്നതാണ് തമിഴ്നാടിൻ്റെ ഫോമർ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള MGRൻ്റെ മെമ്മോറിയലാണ്. 1990s MGRൻ്റെ വൈഫും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഫോമർ ചീഫ് മിനിസ്റ്ററും കൂടി ആയിട്ടുള്ള VN ജാനകി അമ്മയാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. MGR മെമ്മോറിയലിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ജയലളിതാമ്മയുടെ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. December 6, 2016 ജയലളിതാമ്മയെ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. ജയലളിത മെമ്മോറിയലിൻ്റെ അടുത്ത് തന്നെ അമ്മ മ്യൂസിയം ഉണ്ട്. അതിൽ ഓഡിയോ ആൻഡ് വിഷ്വൽ ട്രീറ്റ്സ്, അതുപോലെ തന്നെ ജയലളിതാമ്മ യൂസ് ചെയ്ത പ്രോപ്പർട്ടീസ്, ദെൻ ഫോട്ടോഗ്രാഫ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അണ്ണ മെമ്മോറിയൽ വരുന്നുണ്ട്. തമിഴ്നാടിൻ്റെ ഫോമർ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള അണ്ണാദുരൈയുടെ മെമ്മോറിയലാണ്. രാവിലെ 9 മണി തൊട്ട് രാത്രി 9:30 വരെയാണ് മെമ്മോറിയൽസിൻ്റെ ടൈമിംഗ് വരുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.